ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ മാസവും നല്ല രീതിയിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് വന്നിരിക്കുകയാണ്. പലവട്ടം പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്താണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസത്തെ എന്തായാലും പ്രൈസ് ബുള്ളിഷിലേക്കായിരിക്കും എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. നമ്മൾ ഈ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് എവിടെ നിന്നാണ് പ്രൈസ് ബുള്ളിഷിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബൈ എൻട്രീസ് പരമാവധി എടുക്കാൻ നോക്കുക. നിങ്ങളൊരു ഫുൾ ടൈമറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈമർ, നിങ്ങൾ ട്രേഡറാണ്, ഇതിന്ന് റെഗുലറായിട്ട് പ്രോഫിറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് നോക്കുക. ആ ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് എടുത്ത് പോകുക. ട്രെൻഡിന് അനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുള്ളിഷിൽ പോകുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിലെ പി ഒയിലൊക്കെ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളതൊന്നൊരു സിങ് ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കുക. നല്ലൊരു പ്രോഫിറ്റ് എത്തിക്കഴിയുമ്പോൾ പതിയെ ബുക്ക് ചെയ്യുക. ചെറിയ ഇപ്പോൾ നിങ്ങൾ 1% നിങ്ങൾ ആക്ച്വലി സാധാരണ ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു 0.10% 0.25%, അതായത് ഒരു 0.25% നിങ്ങളതൊരു സിങ് ട്രേഡിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. അത് നിങ്ങളിപ്പോൾ ഒരു 2800 എന്നൊക്കെ നിങ്ങൾ ബൈ ചെയ്തു, ഒരു 3000 അല്ലെങ്കിൽ 2900, ഒരു 1000 പിപ്സൊക്കെ നിങ്ങൾ റൺ ചെയ്യുക. മിനിമം ഒരു 500, 400, 500, 600 പിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൂടുതലും മനസ്സിലാവും. ഈ ചെറിയ ട്രേഡുകളിലൊക്കെ നിങ്ങൾ പലപ്പോഴും ട്രേഡ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് തന്നെ ഡെയിലി ഒരുപാട് ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ട്രേഡ്സ് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡിന് വേണ്ടി നിങ്ങളുടെ മൈൻഡ് നോക്കുന്നത് കൊണ്ട് തന്നെ പല നെഗറ്റീവായിട്ടുള്ള, അതായത് പ്രോഫിറ്റ് കിട്ടാത്ത സാധ്യതകൾ നിങ്ങൾ പോയി എൻകാഷ് ചെയ്യും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ ട്രെൻഡ് നോക്കുക, നമ്മളുടെ POE നോക്കുക, നമ്മുടെ സ്ട്രക്ചർ മാപ്പ്, POE, കൺഫർമേഷൻ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ട്രേഡ് ചെയ്യാം. അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക ഒന്നുമല്ല. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് വാലിഡാണ്. അല്ലാതെ നിങ്ങൾ ഒരു തെറ്റായൊരു പൊസിഷനിൽ പോയി എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോസ് ഉണ്ടാകുന്നത് അതൊരു വാലിഡ് ലോസ് അല്ല, അത് നിങ്ങൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ജേണലൊക്കെ എഴുതി അങ്ങനത്തെ ലോസുകളൊക്കെ പരമാവധി കട്ട് ചെയ്യാൻ നോക്കുക. കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ്, അങ്ങനെ ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഈ സിങ്ങിലേക്കൊക്കെ നോക്കുക. ട്രെൻഡ് എങ്ങാടാണോ അങ്ങോട്ട് നോക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് വീക്കിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു IFC ക്യാൻഡിൽ വീക്കിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. നമുക്ക് വീക്കിൽ താഴേക്ക് നോക്കാം. ഇങ്ങനെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത സമയത്തൊക്കെ നല്ലൊരു IFC ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടോ ഇതിക്ക് മുമ്പ്? നമ്മൾ നോക്കുമ്പോഴത്തേക്കും വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നുണ്ട്, പക്ഷേ രണ്ടാഴ്ചയായിട്ട് പ്രൈസ് ഒരു ബിയറിഷിലേക്ക് പോയെങ്കിലും അത് കയറി വന്നു. അപ്പോൾ ഏകദേശം ആ ഒരു സാധ്യത പ്രീവിയസ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, കണ്ടോ, ഇവിടെ ഇതേപോലെ തന്നെ സെയിം ഒരു ഇതുണ്ട്, നല്ലൊരു ഇത് വന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാതെയാണ് അത് വന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിൽ നിൽക്കണതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ചയും ചിലപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിൽ വരാൻ ചിലപ്പോൾ നേരെ കയറിപ്പോവാം. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഡെയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലും ഒരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു IFC ക്യാൻഡിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കുള്ള വീക്ക് ബോഡിനേക്കാളും സ്വല്പം വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു IFC ക്യാൻഡിൽ അത് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ബിയറിഷിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. നോക്കിക്കേ, എന്തുകൊണ്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമ്മൾ 4 hour ഐഡിയം വരച്ചിരിക്കുന്ന പൊസിഷൻ നമുക്കൊരു ചോക്കാണ് അല്ലേ. നമുക്ക് ചോക്കാണ്. നമ്മൾ പിന്നെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ചോക്ക്, അതിൻ്റെ ലോ, ഐഡിയം, ആ ഒരു വിക്കോബിൽ നിന്നാണ് പ്രൈസ് ഏകദേശം ഇവിടെ നിന്ന് പ്രൈസ് പോകുമെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പായിരുന്നു. ഞാൻ ഈ ഒരു IFC ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത എന്നാണ് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവിടെ നിന്നൊക്കെ സെല്ലിട്ടിട്ട് നല്ല ലോസ് ആയിരുന്നു, മനസ്സിലായോ. പക്ഷേ ഈ ഹൈ പിന്നെ എനിക്ക് തോന്നി, നമ്മൾ 1-2 ലോസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഈ ഹൈ ചിലപ്പോൾ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു നമ്മുടെ അക്കൗണ്ടിൽ എടുത്തിട്ട് ഏകദേശം നല്ലൊരു ലോസ് ഈ ഒരു പൊസിഷനിൽ നിന്നുണ്ടായി. പ്രൈസ് ബുള്ളിഷാണ്, നമുക്ക് പെട്ടെന്നൊരു സെല്ലിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഒരു സിങ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് എടുത്തു. ഏകദേശം ഇതിൻ്റെ ഹൈ എടുത്തു. ഏകദേശം എനിക്കൊരു 5-6% ലോസ് വരും. അത്രയും ആണ് ഞാൻ അവിടെ വെച്ചിരുന്നത്. ഏകദേശം ഈ ഒരു പൊസിഷനിൽ നിന്നാണ് കയറിയത്. എന്നാൽ സാധാരണ വെക്കുന്നതിനേക്കാളും കൂടുതൽ റിസ്ക്കാണ് അവിടെ വെച്ചിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇമോഷൻ ചെറുതായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ്, എനിക്ക് അത്രയും ലോസ് ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ. പക്ഷേ എന്നെ അതിശയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിക്കാനൊന്നും ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ലോ ബ്രേക്ക് ചെയ്യും, ഈ ഒരു ഇതിൽ വരുമെന്ന്. ഏകദേശം 1892 ഞാൻ അതിൻ്റെ ടാർഗറ്റ് ഇട്ടേച്ചത്. ഫസ്റ്റ് ടാർഗറ്റ് നമ്മളിവിടെ പറഞ്ഞ് ഇട്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കി 1816 ആദ്യം അടിച്ചു. എനിക്ക് തോന്നുന്നു 1822 തോന്നുന്നു. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് ഈ ഒരു പുൾ ബാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് കയറാനുള്ളൊരു സാധ്യത കണ്ടു. ഞാൻ 911 കൊണ്ട് ഇട്ടു. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് 92 എടുത്തിട്ട് 11 ഇട്ടു. ഏകദേശം
300 പിപ്പ് നഷ്ടപ്പെട്ടു പ്രൈസ്. അപ്പം തന്നെ ടാർഗറ്റ് അടിച്ചു, പ്രൈസ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അടിച്ചു. ഏകദേശം നമുക്കൊരു $2000 മറ്റേ അക്കൗണ്ടിൽ അത്രയും ട്രേഡുകൾ ചെയ്തിട്ട് ലോസ് ഉണ്ടായത്. അത് 2 ട്രേഡ് കൊണ്ട് നമുക്ക് റിക്കവറി ആയെന്നാണ് പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു $1800 കിട്ടി, ഏകദേശം $200 ലോസ്. പക്ഷേ അതാണ് നമുക്ക് എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ പ്രൈസ്, പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ഹൈയും എടുത്തു പോകാൻ സാധ്യത. പക്ഷേ പ്രൈസ് നല്ല രീതിയിൽ കണ്ടോ, ഈ 2-4 മണിക്കൂറിൻ്റെ ക്യാൻഡിൽസ് ഒക്കെ നല്ല ബിയർഷിലേക്ക് വന്നു. പല സൈഡിനും പ്രീവിയസ് ഡേയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് കയറുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഒരിക്കലും കയറിയില്ല. എന്താണ് ഒന്നാമത് ഡേയുടെ ലോ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം, അതായത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഏഷ്യനും ലണ്ടനും ട്രേഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാനിവിടെ നിന്നൊരു ബൈ എടുത്തായിരുന്നു, അപ്പോഴും എൻ്റെ സെല്ല് ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഏതൊരു പൊസിഷനിൽ നിന്ന് ഞാൻ ബൈ എടുത്തായിരുന്നു, പക്ഷേ അത് സെൽ അടിച്ചു. പക്ഷേ ഇത് വന്ന് TP അടിച്ചു, പ്രോഫിറ്റാണ്. അതിനൊരു $100-150 എന്തോ ലോസ് വന്നുള്ളതിൽ സെൽ അടിച്ചില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ചില സമയത്ത് നമ്മൾ പഠിച്ച രീതിയിൽ പോകാതെ നമ്മളാണെങ്കിൽ ഇമോഷനിൽ മാറും. മനുഷ്യനാണ്, ഇമോഷൻസ് വരും. അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡ് നോക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ലോസ് റിക്കവർ ചെയ്ത് തരാനും നിങ്ങളുടെ ഇമോഷൻസ് സെറ്റ് ആകാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പൊസിഷൻ, ഇപ്പോൾ പ്രൈസ് ബുള്ളിഷ് ആണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയത് ഏകദേശം 1800 മുതലാണ്. പ്രൈസ് പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്ന അന്ന് പറഞ്ഞാൽ, പക്ഷേ അത്ര 1800 പ്രൈസ് പോയത് ഏകദേശം 2800 ബ്രേക്ക് ചെയ്ത് പോയി. അതായത് ഒരു മിനിമം 1000 പിപ്പിന് മേൽ പ്രൈസ് മൂവ് ചെയ്തു. പക്ഷേ ഞാൻ ആകെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200, 300, 400 ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് പോലും അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതാണ്. നമ്മളൊരു ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഗോൾഡിനെ സംബന്ധിച്ച്. മറ്റുള്ള കറൻസികൾ പോലെയല്ല. കറൻസികളിലൊക്കെ പലപ്പോഴും ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പ്രൈസ് മൂവ് ചെയ്യും, പല ന്യൂസുകൾ. പക്ഷേ ഗോൾഡ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ പ്രൈസ് എന്നും ഓൾ ടൈം ഹിറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം. ഏകദേശം ഒരു 3 വർഷം കൊണ്ടാണ് ഈ ഓൾ ടൈം ഹൈ പ്രൈസിന് ഹിറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയ സമയത്ത് കണ്ടോ, ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയ ഒരു സമയത്ത് പ്രൈസ് പിന്നെ വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് 3 വർഷം കൊണ്ട് 20 നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ 24 അല്ലേ, ഏകദേശം 3 വർഷമാണ് നമ്മൾ മാസത്തിൻ്റെ കണക്കെടുക്കണമെങ്കിൽ. അത് ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ ഇറ്റ്സ് ഓൾ ടൈം ഹിറ്റ് ചെയ്ത ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. മനസ്സിലായി? ഈ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് റൺ ചെയ്ത് പോകാം. മിനിമം 500 പിപ്സ് എങ്കിലും മൂവ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ബൈ സൈഡ് ഇനി നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക. പക്ഷേ അതേസമയം മൾട്ടിപ്പിൾ ടാർഗറ്റ് എന്നുള്ള സാധനം സെറ്റ് ചെയ്യുക. ഒരിക്കലും ഈ ഹൈയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റൺ ചെയ്യാൻ നോക്കുക. അല്ല ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ സ്വിംഗ് ട്രേഡിന് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ട്രേഡ് തന്നെ. ഞാനെപ്പോഴും ഡേ ട്രേഡാണ് ചെയ്യണമെങ്കിലും മിനിമം 2 ട്രേഡ് ചെയ്യാൻ പറയും. 2 ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ലോസിൽ വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ 4 hour ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു പൊസിഷൻ തന്നെയാണ്. ഇവിടെ നിന്ന് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഈ ഒരു പൊസിഷനിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ വീണ്ടും ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ OB വരച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് കയറാം, ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ചിലപ്പോൾ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് കയറാം ഈ ഒരു. അപ്പോൾ ബുള്ളിഷ് ആയതുകൊണ്ട് വരുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ പ്രൈസ് നല്ല വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു കൺഫർമേഷൻ പോലും തരാതെയാണ് പല സ്ഥലത്തും പോയിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 1 hour ഒരു POയിൽ നമ്മൾ ട്രേഡ് നോക്കിയതാണ് അല്ലേ. 1 hour ഓർഡർ ഫ്ലോ ചെയ്യുന്ന എനിക്ക് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് വീക്ക്ലി അനാലിസിലായിപ്പോയി. വീക്ക്ലി അനാലിസിൽ ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ട്രേഡ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് നോക്കണമെങ്കിൽ ആകെ ഒരു 1 minute സിംഗിൾ ക്യാൻഡിൽ എന്തോ ഉള്ളൂ. പക്ഷേ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഈ പൊസിഷനിൽ നിന്നുള്ള പോക്ക് നോക്കിയേ ഈ ഒരു പ്രൈസ് റിയാക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ട്രേഡ് കിട്ടിക്കഴിയുമ്പോൾ, അതായത് ഒരു 65 ട്രേഡ് എടുത്ത് പ്രൈസ് എവിടം വരെ പോയി, 40 വരെ പോയി. ഏകദേശം പ്രൈസ് പോയതൊരു 750 പിപ്പാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ഇങ്ങനെ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 50 minute OB വരെ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസാണ്. ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം എടുത്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. ഞാനിത് നോക്കിയിരുന്ന് വെച്ചതാണ്. പക്ഷേ ഞാനൊരു കൺഫർമേഷനിൽ ഞാൻ ഹാപ്പി അല്ല, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാൻ അപ്പോൾ
നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റാണ്, പ്രൈസ് ബുള്ളിഷാണ്, ട്രെൻഡിനനുസരിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇനിയും വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ എടുത്തിട്ട് ഈ OBയിൽ വരുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ അതെടുത്തിട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച 4 hour OBയിൽ വന്നിട്ട് പോകാം. 50 മിനിറ്റിലേക്ക് വരികയാണെങ്കിൽ 50 മിനിറ്റ് സ്ട്രക്ചർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു ഡൗട്ടും ഉണ്ട്. പ്രൈസ് നോക്കിയാൽ പ്രൈസ് 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഇതിനു മുമ്പ് ഇതേപോലെ ഒരു റേഞ്ചിൽ വന്ന് അത് ഫെയിലായി, നെക്സ്റ്റ് റേഞ്ചിൽ വന്ന് ഇങ്ങനെ പ്രൈസ് ഒരു സെനാരിയോ തരികയാണെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബിയറിഷിലേക്ക് എൻ്റെ ഒരു സെറ്റപ്പ് വെച്ച്, എൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വെച്ച് ബിയറിഷിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് ചാൻസ് തന്നിട്ടില്ല. ഇവിടെ നോക്കിയേ, ഒറ്റ ചാൻസ് എന്ന് പ്രൈസ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പണ്ട് നോക്കിക്കൊണ്ടിരുന്ന വെച്ചൊരു സെറ്റപ്പായിരുന്നു. അത് ഈ ഒരു സമയങ്ങളിലൊക്കെയാണ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ സമയത്തൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ് വന്നിട്ട് പ്രൈസ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഈ എടുക്കുന്ന POയിലൊക്കെ നിങ്ങൾക്ക് ഒരു 1 hourലൊക്കെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്ലസ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നത് വരെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് 1 hourൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ബുള്ളിഷ് POയിലൊക്കെ വന്നാൽ 50 മിനിറ്റിൻ്റെ 1 hourൻ്റെ 4 hourൻ്റെ ഒക്കെ ബുള്ളിഷ് POയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്ന അവസരമാണ്. അപ്പോൾ ഇത്രയും എനിക്ക് ഗോൾഡിൽ പറയാനുള്ള. നമുക്കിനി നേരെ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് കുറച്ച് കാലങ്ങളായിട്ട് പ്രൈസ് ബിയറിഷിലായിരുന്നു. അപ്പോൾ പ്രൈസ് വീണ്ടും ഇപ്പോഴും സ്ട്രക്ചർ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ബിയറിഷിൽ തന്നെയാണ്. ഇപ്പോൾ പ്രൈസ് വന്ന് തിരിച്ച് ബുള്ളിഷിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു റിയാക്ഷൻ പറഞ്ഞു, ഇങ്ങനെയുള്ള റിയാക്ഷനൊക്കെ ലോങ് ടൈം ട്രേഡ് എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ, ഇത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊസിഷൻസൊക്കെ നല്ലൊരു ട്രേഡ് എടുത്തും സിങ് ട്രേഡൊക്കെ എടുത്ത് വെക്കുന്നത് ഏറ്റവും ഗുഡായിരിക്കും. നല്ലൊരു പിപ്പ് മൂവ്മെൻറ്റ് നോക്കിക്കേ. ഇത് നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറിയാൽ പോലും ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറിയാൽ എത്ര പിപ്പിൻ്റെ മൂവ്മെൻറ്റാന്ന് നോക്കിയേ. 10,000 പിപ്പ് മൂവ്മെൻറ്റാണ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്നത് അല്ലേ. വലിയ പിപ്പ് മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. മാസങ്ങളോളം എടുത്താണ് നമുക്ക് ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഇവിടെ വീണ്ടും പ്രീവിയസ് ലോ എടുത്ത സമയത്ത് പ്രൈസ് ഒരു മന്തിൻ്റെ IFC ക്യാൻഡിലുണ്ട്. അതിൻ്റെ ഹൈ എന്തെന്നാണ് ബോഡി ബ്രേക്കാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചൊരു പുൾ ബാക്ക് വരാനുള്ള സാധ്യത അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ഈ മാസം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്തേക്കണം. മാസം കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക് ചെയ്ത് തന്നെ നിൽക്കണമെന്ന് ലോ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നെക്സ്റ്റ് മന്തും പ്രൈസ് ഒന്ന് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത തന്നെ കൂടുതല. ഇവിടെ നമുക്ക് ആ ഒരു മന്തിൻ്റെ ലോ എടുത്ത സമയത്ത് അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ മന്തിൻ്റെ ഈ ലോ എടുത്തു, ഈ ഒരു ലോ എടുത്ത സമയത്ത് നമുക്ക് എന്ത് കൺഫർമേഷനാണെന്ന് നോക്കിയാൽ വീക്കിൽ നമുക്കൊരു സിംഗിൾ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ ഉണ്ട്. സിംഗിൾ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ വരെ പ്രൈസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈഡ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ പ്രൈസ് കുറച്ച് ദിവസത്തേക്ക് അടുത്ത ആഴ്ചയൊക്കെ ബുള്ളിഷ് ആകുന്നുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഡേയുടെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയുടെ സ്ട്രക്ചറിൽ പ്രൈസ് നമ്മുടെ ബുള്ളിഷ് ഷോപ്പിൽ നിന്നാണ് പോയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി ഇൻറ്റേർണൽ IDM എടുത്ത്, തേർഡ് ഇവിടെ ഇൻറ്റേർണൽ ഒന്നും എടുത്തില്ല, പ്രൈസ് കയറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ട്രേഡ് നോക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് മന്തിൻ്റെ ഹൈ എടുത്തില്ലേ, റിയാക്ട് ചെയ്യില്ല. റിയാക്ട് ചെയ്യും. മന്തിൻ്റെ ഹൈ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് റിയാക്ട് ചെയ്യും. നമുക്ക് ആ ഒരു റിയാക്ഷൻസ് ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ചിലപ്പോൾ കാണാം. ഇപ്പോൾ ആ റിയാക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. മന്തിൻ്റെ ഹൈ എടുത്തു, 4 hourൽ ഒരു IFC ക്യാൻഡിലുണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ഇതിൽ മിറ്റിഗേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. റിയാക്ട് ചെയ്ത് എവിടം വരെ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഇവിടം വരെ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഇവിടം വരെ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഈ ലോ വരെ റിയാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ നോക്കി വേണം താഴേക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു OBയിൽ തന്നെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ 4 hourൻ്റെ ഈ ഒരു IFC ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യാതെയാണ് 1 hourൻ്റെ OBയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഈ 4 hourൻ്റെ IFC ക്യാൻഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ അത് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോകും. അപ്പോൾ ആദ്യം തന്നെ 1 hourൻ്റെ OBയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. പ്രൈസ് കുറച്ച് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ബൈ എൻട്രികൾ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയൻ ഡോളറിലൊന്നും അങ്ങനെ ട്രേഡ് എടുത്തില്ല, ആകെ എടുത്തത് ഗോൾഡിലാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിൽ നോക്കണമെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ ഹൈ എടുത്ത് നിൽക്കുകയാണ്. ഓൾറെഡി പ്രൈസ് ബിയർ സ്ട്രക്ചർ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച കറൻസികൾക്ക് എല്ലാവർക്കും, അത് US ഡോളർ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കറൻസികൾക്കെല്ലാം പോസിറ്റീവ് ആയിരുന്നു. അതാണ് ഈ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് 2 ആഴ്ചയായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ മന്തിൻ്റെ ലോ എടുത്തിട്ടാണ് ആദ്യം വന്ന് മന്തിൻ്റെ ലോ എടുത്തിട്ടുണ്ട് അല്ലേ. ആ ലോ എടുത്ത റിയാക്ഷനാണ് കാണുന്നത്. നല്ല റിയാക്ഷനായിരുന്നു. ഓക്കെ, മന്തിൻ്റെ ലോ എടുത്തു, റിയാക്ട് ചെയ്തു, മന്തിൻ്റെ ഹൈയും ടാർഗറ്റ് കിട്ടി. നല്ല ട്രേഡ്സ് ആയിരുന്നു. അപ്പോൾ പ്രൈസ് ഇനി ഇവിടെ ഇൻറ്റേർണൽ ഈ നോക്കുമ്പോൾ IDM എടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ബോഡി ബ്രേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വീക്കിൻ്റെ സ്ട്രക്ചറിൽ വെക്കുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ചെയ്ത് വരാൻ പറയുള്ളൂ. ഇൻറ്റേർണൽ സ്ട്രക്ചർ വെച്ച് നോക്കണമെങ്കിൽ
ഈ സ്ട്രക്ചർ വെച്ച് നോക്കണമെങ്കിൽ വീക്കിൻ്റെ ലിക്വിഡിറ്റി ഐഡിയം എടുത്തിട്ടുണ്ട്. പിന്നെ വീക്കിൻ്റെ ഒരു OB എന്ന് പറയാനായിട്ട് ഈ ഒരു വിക്കേ ഉള്ളത്. ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ ഒന്ന് റിയാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഇതിലേക്ക് വരാം. നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും ഡേയുടെ ഐഡിയം പ്രൈസ് ഇനിയും കയറി ഇങ്ങോട്ട് വരികയാണെന്ന്, ചിലപ്പോൾ ഈ ലിക്വിഡിറ്റി എടുത്തതുകൊണ്ട് തന്നെ പ്രൈസ് തിരിച്ച് കയറി വരാം. തിരിച്ച് കയറി വന്ന് ഈ ഇതിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ല് നോക്കാം കേട്ടോ. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് 4 ഹവറിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരറ്റാണ്, ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരറ്റാണ്. ഐഡിയം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നോക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ, പോസിറ്റീവ് ആയതുകൊണ്ടാണ് 2 ആഴ്ചയായിട്ട് ബുള്ളിഷ്. ഇനിയും പ്രൈസ് തിരിച്ച് ബിയറിഷിലേക്ക് വരാം. അങ്ങോട്ട് വരുന്ന പൊസിഷൻസ് നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന പൊസിഷൻസ് നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. നമുക്ക് ഈ യൂറോയിസ്റ്റിയിലേക്ക് വരാം. നമ്മൾ ഈ മാസത്തെ ബുള്ളിഷ് തന്നെയാണ്. ഇതിൻ്റെ ഹൈ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. വീക്കിൻ്റെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിലും വീക്കിൻ്റെ വേറെ സ്ട്രക്ചറും കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾ ലോങ് ടൈം സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. നമുക്ക് ഡേയുടെ ഐഡിയം എടുത്തിട്ടുണ്ട്. ഡേയുടെ ഡിസിഷൻ ഹോബി എന്നാണ് അല്ലേ. ഇവിടെയൊക്കെ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമത് ഞാൻ പറഞ്ഞു, ഈ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് വരുമ്പോൾ പലപ്പോഴും നല്ല രീതിയിൽ പുൾ ബാക്ക് ഉണ്ടാവുന്നു കേട്ടോ. ഇവിടെ നേരത്തെ വന്നിട്ട് വീണ്ടും പുൾ ബാക്ക് ഇങ്ങനെ ഉണ്ടായ പൊസിഷനാണ്. അപ്പോൾ ഈ പൊസിഷനിലേക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് പുൾ ബാക്ക് ഉണ്ടാവും എന്നുള്ള പൊസിഷനിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ലോ പോയി ടാർഗറ്റ് വെക്കാതെ, അല്ലെങ്കിൽ ഈ വിക്ക് പോയൊന്നും ടാർഗറ്റ് വെക്കാതെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ട, ഇതൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ടാർഗറ്റ് വെച്ച് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിൻ്റെ എക്സ്ട്രീമിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നിന്നും പുൾ ബാക്ക് എടുക്കാം. പക്ഷേ തിരിച്ച് വരാം. തിരിച്ച് വന്നിയാണെങ്കിൽ ഇവിടെ ആ ഒരു ഡേയുടെ ബ്രേക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് തരും പ്രൈസ്. 1 ഹവറിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ 1 ഹവറിൻ്റെ OB നിന്ന് തന്നെ തിരിച്ച് വരാം കേട്ടോ. 4 ഹവറിൻ്റെ എക്സ്ട്രീം OBയിൽ 1 ഹവറിൻ്റെ ഒരു എക്സ്ട്രീം OB ഉണ്ട്. അവിടെ നിന്ന് പ്രൈസ് വരികയാണെങ്കിൽ ഇനി ഈ ലോ തന്നെ ബ്രേക്ക് ചെയ്ത് പോവാം. അല്ല കയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിന്ന് ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളത്. കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, നല്ല നല്ല ഇൻഫർമേഷൻസൊക്കെ കിട്ടുക, അതൊക്കെ ആഡ് ചെയ്യുക. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നത് ആ സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ വേറൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒപ്പം തന്നെ പല ആൾക്കാരും പല കാര്യങ്ങൾ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത് കാണാം. പക്ഷെ അത് അവരുടെ സെറ്റപ്പാണ്. നിങ്ങൾ ഏതാണോ ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ തുടരുക. പല ആൾക്കാർക്ക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ മങ്കീസ് മൈൻഡ് എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നത് കാര്യമില്ല. നിങ്ങൾ ഏതാണ്, ഇപ്പോൾ നിങ്ങൾ ഡബിൾ ടോപ്പാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ SMC ആണ്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സെറ്റപ്പാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയതില്ല. നാളെ ഒരാൾ പുതിയൊരു കാര്യം ചെയ്ത് ഇച്ചിരി പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചാടരുത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഡേയുടെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് നല്ല ബുള്ളിഷ് ഇപ്പോൾ. അപ്പോൾ ഡേയുടെ ലിക്വിഡിറ്റി എന്നും പറഞ്ഞൊരു കോഴ്സ് ഒരാൾ എൻ്റെ ഒരു ക്ലാസ്സിൽ അരമണിക്കൂറത്തെ ക്ലാസ്സാണ്. എൻ്റെ ഇത്രയും ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിൽ ഒരു അരമണിക്കൂർ പോർഷൻ ഒരു കോഴ്സായിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓർഡർ ഫ്ലോ, എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു POE ആണ് ഓർഡർ ഫ്ലോ. ഒരുപാട് POയിൽ ഒരു POE ആണ് ഓർഡർ ഫ്ലോ. അതെടുത്തിട്ട് ഒരു കോഴ്സായിട്ട് 80,000 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ സെക്ഷനിൽ നമ്മൾ നേരത്തെ എടുത്ത സെക്ഷൻ്റെ ഒരു കോഴ്സ് വന്നു. അപ്പോൾ ഓരോ സമയത്തും ഓരോരിടക്ക് സെക്ഷൻ്റെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഓർഡർ ഫ്ലോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഡേയുടെ ലിക്വിഡിറ്റി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡേയുടെ ലിക്വിഡിറ്റിയിൽ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത് വന്ന പുതിയ കോഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓരോ POE ആണ്, ഓരോരോ ഭാഗങ്ങളാണ്. അത് ഓരോ മൂവ്മെൻറ്റ്സിൽ ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഡേയുടെ ലിക്വിഡിറ്റി മാത്രം പഠിച്ചേക്കണമെങ്കിൽ അത് കുറച്ച് നാൾ വർക്ക് ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് കറങ്ങി തിരിഞ്ഞു വന്ന് വീണ്ടും അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഓരോ മൂവ്മെൻറ്റ്സിലാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. എന്താണോ നിങ്ങൾ SMC ആണ് നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ SMC പഠിക്കുക, ICTയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ മാറ്റം വരുത്താനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുതിയ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്രയും നാൾ ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസ് ഫുള്ള് വേസ്റ്റ് ആകും. നിങ്ങൾ വീണ്ടും ബിഗിനർ എന്നുള്ള രീതിയിൽ അത് പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിലും കുറച്ച് നാൾ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ചാടും. ചില ആൾക്കാർക്ക് എന്താണ് SMC, എന്താണ് SMCയുടെ ചില പാർട്ടുകൾ അല്ലെങ്കിൽ ICTയുടെ ചില പാർട്ടുകൾ മാത്രമായിട്ട് കോഴ്സായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പോർഷൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് റെഗുലർ പ്രോഫിറ്റ് പോകാൻ പറ്റണമെന്നില്ല. മാർക്കറ്റ് മാറുന്നതനുസരിച്ച് മാർക്കറ്റിൻ്റെ ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ആ ഒരു സെറ്റപ്പ് വർക്കിംഗ് ഇല്ല, ആ ഒരു സെറ്റപ്പിൻ്റെ കാലം കഴിഞ്ഞു, ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും വരും. ഇപ്പോൾ ഓർഡർ ഫ്ലോ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട്, നല്ലത് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്ന ടൈമുകൾ
കോഴ്സുകളുണ്ട് നല്ല രീതിയിൽ. അതേപോലെ തന്നെ ലിക്വിഡിറ്റികൾ, അതായത് പ്രീവിയസ് ഹൈ, പ്രീവിയസ് ലോ, അതേപോലെ സെക്ഷൻ, പ്രീവിയസ് ഡേ, വീക്ക്, മന്തിൻ്റെയൊക്കെ ലിക്വിഡിറ്റി എടുക്കുന്ന സമയം കൂടുതലായിട്ട് വരാറുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഈ സമയത്ത് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും വർക്ക് ചെയ്യണം. അത് മാർക്കറ്റ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യണതെന്ന് ഇതൊക്കെ എല്ലാം പഠിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു 10% പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പഠിക്കണത് കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ്ങാണ്. ഇത് ഒരാളും കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു കോഴ്സ് ആരും കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന കോഴ്സ് ഇച്ചിരി കട്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന കോഴ്സ് തന്നെ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തല അത്രയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ച് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മൂവിങ് ആവറേജ് ഒക്കെ വെച്ചിട്ട് കാശുണ്ടാക്കാമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂളൊക്കെ വെച്ചിട്ട് കാശുണ്ടാക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് വേറൊരു സെറ്റപ്പിലേക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെ നിന്ന് അതിലെന്തൊക്കെ നോളജാണ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ആഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാനായിട്ട് നോക്കുക. വേറെ ഒരാളും ചെയ്യുന്ന കാര്യങ്ങളിൽ പോയി തലവെച്ച് നിങ്ങൾ അപ്പം തന്നെ മാറിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് നശിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും നല്ലൊരു പ്രോഫിറ്റിലും എത്തിയില്ല. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.